ഗായ്സ്, ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പം റെഡിയാക്കാം. ഇത് നമ്മൾ അരി പൊടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, പച്ചരി കുതിർത്ത് അങ്ങനെയൊന്നും ഭയങ്കര പ്രോസസ്സ് ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ പുട്ടുപൊടിയും മൈദമാവും വെച്ച് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈവനിങ് നമുക്ക് സ്നാക്സ് ആയിട്ട് ഇന്ന് ഉണ്ണിയപ്പവും ചായയാണ് കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കാരണം ശർക്കര ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ബാറ്റർ നമുക്കൊന്ന് മിക്സ് ചെയ്യേണ്ടത്. ശർക്കര അവിടെ റെഡി ആവട്ടെ. അപ്പൊ ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കൊട്ടത്തേങ്ങ, നമ്മുടെ ഉണക്ക തേങ്ങ നമുക്ക് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇത് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ഇതിലേക്ക് ഇടാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ജാറിലേക്ക് കുറച്ച് ജീരകവും ഏലക്കായും പഞ്ചസാരയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ പൊടിയാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് 2 കപ്പ് പുട്ടുപൊടി ആടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ സെയിം കപ്പിൽ തന്നെ ഞാൻ 3 കപ്പ് വെള്ളമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം കുറവാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. ഒരു വെക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഈ കപ്പിൽ ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ 3 കപ്പ് വെള്ളം എടുത്തപ്പോഴാണ് ഇത് കറക്റ്റ് ഇതായി മിക്സിലോട്ട് ആയത്. ഇത് ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരാനുള്ള രീതിയിലുള്ള വെള്ളം വേണം. സോ അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്താൽ മതി. അതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ശേഷം നമുക്ക് ശർക്കര ആഡ് ചെയ്യാം. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഈ പഴം നമുക്ക് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പൊ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കര പാനിയും തണുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ചൂടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ചുക്കും പഞ്ചസാരയും കൂടെ ഉള്ളത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പഴം അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതും ചേർക്കാം. പിന്നെ നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത് നമ്മുടെ ഉണക്ക തേങ്ങയും എള്ളും കൂടി ഇതിൽ ചേർക്കാം. അപ്പൊ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പൊ ഒരു 15 മിനിറ്റ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്ന് സെറ്റ് ആയി വരട്ടെ. ഇനിയിപ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. സോ നമ്മൾ ഈ ചട്ടിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് അമ്മയുടെ എടുത്തിട്ട് വന്നു കേട്ടോ. അമ്മയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അമ്മയുടെ അച്ഛന്റെ സിസ്റ്റർ ആരോ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. വിരുന്നിനൊക്കെ പോകുന്ന ടൈമിൽ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിന് എന്തായാലും ഒരു അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 32-33 ഇയേഴ്സ് വരും അല്ലേ. ഒരു 32-33 ഇയേഴ്സ് വരും ഇത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നമ്മളെ ചതിച്ചു. ഉണ്ണിയപ്പം ഇളകി വരുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോയി ഒരു പുതിയൊരു നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചു. പിന്നെ അതിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ്. ഇടയ്ക്കൊന്ന് ചീറ്റിപ്പോയി. കാരണം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അത് ഒരുപാട് വർഷം പഴക്കമുള്ള ഞാൻ പറഞ്ഞില്ലേ. അതിൽ ഞങ്ങളിപ്പോ ഒരു 3 ഇയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ട്രൈ ചെയ്യാം. സൂപ്പർ ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്.